എല്ലാം കണ്ടന്റാകുന്ന ഇക്കാലത്ത് കണ്ടന്റ് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തതാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ മരണത്തിലൂടെ ഇപ്പോൾ ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഷിംജിത മുസ്തഫ എന്ന യുവതി തന്നോട് ബസ്സിൽ വെച്ച് ഒരാൾ അതിക്രമം നടത്തിയെന്ന് പറഞ്ഞ് ചെയ്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൽ മനം നൊന്താണ് ദീപക് എന്ന യുവാവ് തൻ്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ മരണത്തിൻ്റെ വഴി സ്വീകരിച്ചത്. നിയമത്തിൻ്റെ വഴി സ്വീകരിക്കേണ്ട സംഭവങ്ങളിൽ മനുഷ്യന്മാരെ സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്തു. ആ സോഷ്യൽ മീഡിയ ഇന്ന് ഒരു ജീവൻ എടുത്തതാണ് ദീപകിൻ്റെ മരണം കാണിച്ചു നൽകുന്ന പാഠം. ഒറ്റ മകൻ മരിച്ചതിൻ്റെ സങ്കടം പറഞ്ഞുള്ള ആ അമ്മയുടെ കരച്ചിൽ നെഞ്ചുലയ്ക്കും ആരുടെയും. വീഡിയോ പങ്കുവെച്ച ഷിംജിതയുടെ സമൂഹമാധ്യമ പ്രൊഫൈലുകളിൽ കാണുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നാണ്. മുൻ ജനപ്രതിനിധി കൂടിയാണ് ഷിംജിത. അരീക്കോട് പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയായി 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരാൾക്ക് ബസ്സിൽ വെച്ച് അതിക്രമം നേരിട്ടാൽ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് അറിയാനിട്ടല്ല. ദീപക് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതിനപ്പുറം നിയമത്തിൻ്റെ വഴി തേടാമെന്നിരിക്കെ അത് ചെയ്യാതെ സമൂഹ മാധ്യമങ്ങളുടെ വിചാരണയ്ക്ക് അയാളെ വലിച്ചെറിഞ്ഞ് കൊടുത്തതാണ് തെറ്റ്. ദീപക് തെറ്റ് ചെയ്തുവെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടതാണ്. പക്ഷേ വിചാരണ നടത്തേണ്ടത് സമൂഹ മാധ്യമങ്ങളിലല്ല. ശിക്ഷ വിധിക്കേണ്ടതും സമൂഹ മാധ്യമങ്ങളല്ല. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യവുമായി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ നിലകൊള്ളുന്ന നാട് തന്നെയാണ് ഇത്. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ പച്ചമാംസം കുത്തിവലിക്കാൻ സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തത്. ആ അർത്ഥത്തിൽ തന്നെയാണ് അതൊരു റീച്ചിനു വേണ്ടിയുള്ള കോൾ ഔട്ട് വീഡിയോ ആണ് എന്നും ഷിംജിത ചെയ്തത് തെറ്റാണ് എന്നും സോഷ്യൽ മീഡിയയിലെ മറുവിഭാഗം വിധി എഴുതുന്നത്. ആ വീഡിയോ കണ്ട ആരും പറയില്ല ദീപക് തെറ്റ് ചെയ്തുവെന്ന്. ഷിംജിതയെ പ്രതിയാക്കി കഴിഞ്ഞ ദിവസമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. പിന്നാലെ യുവതിയുടെയും യുവാവിൻ്റെയും കുടുംബത്തിൻ്റെയും മൊഴി രേഖപ്പെടുത്തി. ഇതിന് പിന്നാലെ ഷിംജിത ദുബായിലേക്ക് തന്നെ കടന്നതായാണ് സംശയം. നേരത്തെ തന്നെ ദുബായിലായിരുന്ന ഇവർ അറസ്റ്റ് ഭയന്ന് പോയെന്ന സംശയത്തിലാണ് പോലീസ് സംഘം. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. അതേസമയം തന്നെ അറസ്റ്റ് തടയാനായി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കും യുവതി ശ്രമിക്കുന്നുണ്ട് എന്നാണ് സൂചന. ഇവർ നാട് വിട്ടിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഷിംജിത പങ്കുവെച്ച വീഡിയോയുടെ കാര്യത്തിലും പോലീസിന് ചില സംശയങ്ങളുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചത് എന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. ഒരു സീക്വൻസിൽ മാത്രമുള്ള വിഷ്വലല്ല പുറത്തു വന്നിരിക്കുന്നത്. യുവതിയുടെ മൊഴി പരിശോധിച്ച പോലീസ് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആരോപിച്ചതുപോലെ ഒരു അതിക്രമം ബസ്സിൽ നടന്നിട്ടില്ല എന്ന നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇത് വ്യക്തമായി പരിശോധിക്കണമെങ്കിൽ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ലഭിക്കണം. ഇതിനായി വീഡിയോ റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നലെ യുവതിയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. മരണത്തിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് ഭാരതീയ ന്യായ സംഹിതയുടെ 108ാമത്തെ വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പാണ് ഇത്. ഷിംജിതയ്ക്കെതിരെ ലഭിച്ച ദീപകിന്റെ അമ്മ K കന്യകയുടെ അടക്കം പരാതികളിൽ പ്രാഥമിക വിവര ശേഖരണം നടത്തിയ ശേഷമാണ് BNS 108 പ്രകാരം കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഇതിന് പിന്നാലെ ദീപകിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും ഷിംജിതയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ, സഹയാത്രികർ, ദീപകിന്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുടെ അടക്കം മൊഴികളും രേഖപ്പെടുത്തും. 41കാരനായ ദീപക് ഇന്നുവരെ ഒരു സ്വഭാവദൂഷ്യം പറയിപ്പിച്ചിട്ടില്ല എന്നാണ് സുഹൃത്തുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറയുന്നത്. പെൺകുട്ടി അത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടണമായിരുന്നു. നിയമ നടപടി പോലീസാണ് എടുക്കേണ്ടത്. ഇന്ത്യയിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, അത് വലിയ വൈറലായി. കുറ്റകരമാണ്. 67 IT ആക്ട് അത് തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ അല്ലെ ഇലക്ട്രോണിക്സ് ഡിവൈസസ് വരുന്ന കാര്യമാണ്. IT ആക്ടിനകത്ത് വരുന്നതാണ്. പെൺകുട്ടി അത് ലൈവായിട്ട് അത് സോഷ്യൽ മീഡിയ ഇട്ടപ്പം 67 IT ആക്ട് അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് 5 വർഷമാണ് ഫസ്റ്റ് ഒഫൻസിന് പറയുന്നത്. 1 ലക്ഷം രൂപ പിഴയും പറയുന്നുണ്ട്. ഇനി അത് എവിടെയെങ്കിലും പെൺകുട്ടി രണ്ടാമത് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഒഫൻസിന് ഒരു 10 വർഷം തടവ്. നമുക്ക് കാണുന്നതും പിടിക്കുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടാം. അത് മറ്റുള്ളവർക്ക് ഹാനികരമാകാം. ചിലപ്പം മറ്റുള്ളവർക്ക് അത് തീർച്ചയായിട്ടും ആപൽക്കരമായിരിക്കാം. അത് സോഷ്യൽ മീഡിയ ഇട്ട് രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ കാണത്തക്ക രീതിയിൽ ഇട്ടുകൊടുത്തപ്പം അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെ. നമുക്ക് നിയമപരമായിട്ട് അയാളുടെ നടപടിയെടുക്കാം. പെൺകുട്ടിയുടെ പ്രവൃത്തി ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുമ്പം അത് വേറെ വകുപ്പ് IT ആക്ടിലോട്ട് കയറി വരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്ന പെൺകുട്ടികൾ
തങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നമുക്കൊരു പ്രശ്നവും ഇല്ല, അവൻ കാണിച്ച കുഴപ്പമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നത് യുക്തിഭദ്രമായ ഒരു ചിന്തയല്ല. അത് വളരെ അധികം ആലോചിച്ച് വേണം ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്.